ഹായ്, വെൽക്കം ടു ദ റസ്നാൾ വേഡ്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒരു നെക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് അത് ക്യാൻവാസ് പേപ്പറിൽ നമ്മൾ വെട്ടി അതൊരു തുണിയിലേക്ക് എങ്ങനെയാണ് അയൺ ചെയ്ത് പിടിപ്പിക്കുന്നതെന്നും അതിൻ്റെ സൈഡ് വശം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നും എന്നെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറേ പ്രശ്നമായതുകൊണ്ട് ഞാൻ പറയണതൊന്നും വ്യക്തമായിട്ട് കേൾക്കുന്നില്ല എന്നൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അത് ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസം ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ഒരു നെക്കും കൂടെ അഡീഷണൽ ആഡ് ചെയ്ത് 3 നെക്ക് കട്ട് ചെയ്യുന്നതും അതിൻ്റെ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ ഒരു നെക്കും കൂടെ ഉൾപ്പെടുത്തി 4 നെക്ക് കട്ടിങ്ങിൻ്റെയും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഒരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി, ഒരു അർജൻറ്റായിട്ടുള്ള ചുരിദാർ തയ്ക്കാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കണത്. ഇതൊരു യൂനെക്ക്, ഒരു സിമ്പിൾ ഒരു കോട്ടൺ ചുരിദാറാണ്. അതിൽ യൂനെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവരുടെ നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 6.5 ഇഞ്ചായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 6.5 ഇഞ്ചാണ് ഡയറക്റ്റ് 6.5യുടെ പകുതിയല്ല എടുക്കുന്നത്. അപ്പം 6.5യുടെ പകുതി നമുക്ക് വരുന്നത് 3.25 ഡയറക്റ്റ് നമ്മൾ ആ 3.25 അവിടെ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ചിട്ട് 3 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് 6 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 6.5 മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ 1 ഇഞ്ച് വെച്ച് സൈഡിൽ കൂടെ നമ്മളിങ്ങനെ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ യൂനെക്ക് വെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ, പുതിയ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അതിലെങ്ങനെ